ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിർണായകമാണ്. രാഹുൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ അല്പസമയത്തിനകം തിരുവല്ല കോടതി വിധി പറയും. സിജോ വിജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, കോടതി നടപടികൾ ആരംഭിച്ചോ? കോടതി നടപടികൾ ആരംഭിച്ച അല്പസമയത്തിനകം തന്നെ വിധി വരികയും ചെയ്യും. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഈ വിധി. ആദ്യ 2 കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോവുകയായിരുന്നു. മൂന്നാമത്തെ കേസിൽ 31 വയസ്സുകാരി നൽകിയ പരാതിയിലാണ് രാഹുൽ ഒളിവിൽ പോകാനുള്ള സാഹചര്യം ഒരുക്കാതെ അന്വേഷണ സംഘം പാലക്കാട് നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. രാഹുലിന്റെ ഈ ജാമ്യാപേക്ഷയിൽ വിശദമായി തന്നെ വാദം കേൾക്കുകയും ചെയ്തിരുന്നു. ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് ഈ യുവതിയുമായിട്ടുണ്ടായിരുന്നത്. യുവതിയെ ബലാത്സംഗം ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് രാഹുൽ വാദത്തിന് ഇടയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഈ യുവതി തന്നെയാണ് ഈ ഹോട്ടലിലെ മുറി ബുക്ക് ചെയ്തതെന്നും അവിടേക്ക് തന്നെ വിളിച്ചു വരുത്തുകയായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് രാഹുൽ പറയുകയും ചെയ്തിരുന്നത്. എന്നാൽ ഈ വിവാഹ വാഗ്ദാനം ചെയ്തുകൊണ്ട് യുവതിയെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നത്. രാഹുലിന് ജാമ്യം അനുവദിച്ചാൽ അത് തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, ഈ കേസിലെ വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ ഇതുവരെയും ലഭിച്ചിട്ടില്ല. രാഹുലിന്റെ ഫോൺ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. കസ്റ്റഡിയിലെടുത്ത് രാഹുലിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് രാഹുലിനോട് ഈ ഫോണിന്റെ പാസ്വേഡ് വിവരങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ അത് രാഹുൽ നൽകിയിട്ടില്ല. മാത്രമല്ല, വളരെ നിർണായകമായിട്ടുള്ള ഒരു ലാപ്ടോപ്പ് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം തെളിവുകൾ ലഭിച്ചിട്ടില്ല. മാത്രമല്ല, അന്വേഷണവുമായി ചോദ്യം ചെയ്യലുമായി രാഹുൽ ഒരു ഘട്ടത്തിൽ പോലും സഹകരിച്ചിരുന്നില്ല എന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതുകൊണ്ട് ഇതിന്റെ പ്രാരംഭഘട്ടത്തിൽ രാഹുലിന് ഒരു തരത്തിലും ജാമ്യം അനുവദിക്കരുത് എന്നുള്ളൊരു കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും വിശദമായി തന്നെ വാദം കേൾക്കുകയും ചെയ്തിരുന്നു. ഈ വാട്സപ്പ് സന്ദേശങ്ങളാണ് രാഹുൽ തന്റെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടി കോടതിയിൽ ഹാജരാക്കിയിരുന്നത്. ഈ യുവതിയുമായി നടത്തിയ ഈ വാട്സപ്പ് ചാറ്റുകൾ, ടെലിഗ്രാം ചാറ്റുകൾ ഉൾപ്പെടെ ഹാജരാക്കിയിരുന്നു. അങ്ങനെ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ്, ശാരീരിക ബന്ധമാണ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് രാഹുൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. ഈ കേസിൽ രാഹുലിന് ജാമ്യം ലഭിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അറസ്റ്റിലായി ഇപ്പോൾ ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അതിനുശേഷമാണ് ജാമ്യാപേക്ഷയുമായി രാഹുൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ഈ നിർണായകമായിട്ടുള്ള പല വിവരങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യത്തിൽ, രാഹുൽ അന്വേഷണവുമായി സഹകരിക്കാത്ത സാഹചര്യത്തിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ജാമ്യത്തിൽ അനുകൂലമായ വിധി ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഒരുപക്ഷെ പ്രോസിക്യൂഷന്റെ ഒരു ഭാഗത്ത് നിന്ന് തന്നെയായിരിക്കും ഈ ഘട്ടത്തിൽ പ്രഥമ പരിഗണന ലഭിക്കുക. പക്ഷേ നമ്മൾ ഒരു കാര്യം കരുതേണ്ടതുണ്ട്. ഇതിനു മുമ്പും രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ രാഹുലിന് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചിരുന്നു. ഒരുപക്ഷെ അങ്ങനെ ചില തെളിവുകൾ ഹാജരാക്കി അതിന് ആനുകൂല്യത്തിലാണ് രാഹുൽ അന്ന് ജാമ്യം നേടുകയും ചെയ്തിരുന്നത്. ഇന്ന് രാഹുലിന് ജാമ്യം ലഭിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സംബന്ധിച്ച് വളരെ നിർണായകമായൊരു ദിവസം തന്നെയാണ്. ഈ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ ഇന്നിപ്പോൾ കോടതി വിധി പറയാനിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരുപാട് നേരം കോടതി വാദം കേട്ടിട്ടുണ്ടായിരുന്നു. ഈ കേസിന്റെ ഒരു സ്വഭാവം പരിഗണിച്ച് അടച്ചിട്ട മുറിയിലായിരുന്നു വാദം കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോഴും ഇത് ഉഭയസമ്മത പ്രകാരമുള്ള ഒരു ബന്ധമാണ് തങ്ങൾക്കിടയിൽ നടന്നത്, ബലാത്സംഗമല്ല എന്നാവർത്തിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. പക്ഷേ പ്രോസിക്യൂഷൻ പറയുന്നുണ്ട് ജാമ്യം നൽകരുത്, തെളിവ് നശിപ്പിക്കാൻ ഉൾപ്പെടെയുള്ള സാധ്യതകൾ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് രാഹുലിന് ജാമ്യം നൽകരുത് എന്നുള്ളൊരാവശ്യമാണ്, ഒരു വാദമാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ വിഷയത്തിൽ വിധി വരും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇനിയിപ്പോൾ നേരെ ജയിലിലേക്കാണോ അതല്ല പുറത്തേക്ക് പോകാൻ MLAക്ക് കഴിയുമോ എന്ന് തന്നെയാണ് അറിയേണ്ടത്. കഴിഞ്ഞ 2 കേസുകളിലും നമുക്കറിയാവുന്നതാണ്, നേരത്തെ തന്നെ MLAക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ മൂന്നാമത്തെ കേസിലേക്ക് വരുമ്പോൾ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഉള്ളൊരു നീക്കമായി പോലീസിന്റെ ആ ഒരു നീക്കത്തെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. സിജോ വിജോൺ തുടരുന്നുണ്ട്. സിജോ, ഈ സൂചിപ്പിച്ചതുപോലെ രാഹുൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ നടന്നിരിക്കുന്നത് ബലാത്സംഗമല്ല, ഉഭയസമ്മത പ്രകാരമുള്ള ഒരു ബന്ധം മാത്രമാണ് എന്നതാണ്. അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ അത് അന്വേഷണ സംഘമൊക്കെ പറയുന്നുണ്ട് ഈ അന്വേഷണവുമായി ഒരു കാരണവശാലും ഇയാൾ സഹകരിക്കുന്നില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യം പ്രോസിക്യൂഷനും പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ വിവരങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ഇന്നിപ്പോൾ കോടതി പ്രധാനമായും എടുത്തു പറയാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്? രാഹുൽ മുന്നോട്ട് വെക്കുന്ന ഈ വാദങ്ങൾ അത് അംഗീകരിക്കുമോ?
ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കേസിലെ നിർണായകമായ ചില തെളിവുകൾ ഇനിയും കണ്ടെത്താൻ ഉണ്ട് എന്നുള്ളതാണ്. രാഹുലിന്റെ 2 ഫോണുകൾ പിടിച്ചെടുത്തിരുന്നു, പക്ഷേ അത് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ രാഹുൽ അത് സഹകരിച്ചിരുന്നെങ്കിൽ ആ ഫോൺ അൺലോക്ക് ചെയ്ത് അതിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് എടുക്കാമായിരുന്നു. പക്ഷേ അത് എടുക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല. കാരണം രാഹുൽ ഈ പാസ്വേഡ് പറഞ്ഞു കൊടുക്കുകയോ വിവരങ്ങൾ കൈമാറുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത്തരം ഒരു നടപടികളിൽ പോകാത്തത്. രാഹുൽ അതിന് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ അന്വേഷണ സംഘത്തിന് തന്റെ ഫോൺ നൽകി കഴിഞ്ഞാൽ തനിക്ക് അനുകൂലമായിട്ടുള്ള ഫോണിലുള്ള തെളിവുകൾ അന്വേഷണ സംഘം നശിപ്പിക്കും എന്നുള്ളതാണ്. ഇനി ഈ ഫോൺ പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകട്ടെ, അതിനുശേഷം കോടതിയിൽ നിന്ന് അതിന്റെ പരിശോധനകൾക്ക് നടപടികൾക്ക് അതിന്റെ പ്രോസസ് പോകട്ടെ എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഒരു നിർണായകമായിട്ടുള്ള ഒരു ലാപ്ടോപ്പ് ഉണ്ട്. രാഹുൽ ചില വിവരങ്ങൾ, ചില ഫോട്ടോസ് ഒക്കെ സേവ് ചെയ്തിരിക്കുന്ന ഒരു ലാപ്ടോപ്പാണ്. ആ ലാപ്ടോപ്പ് ഇപ്പോൾ ഒളിപ്പിച്ചിരിക്കുകയാണ്. അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന രാഹുലിന്റെ വീട്ടിലും രാഹുലിന്റെ ഓഫീസിലൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അത് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. മാത്രമല്ല രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നുമില്ല. കാരണം യാതൊരു തരത്തിലുമുള്ള ഒരു മറുപടിയും രാഹുൽ നൽകുന്നില്ല. രാഹുൽ ആകെ സമ്മതിച്ചിട്ടുള്ളത് താൻ ആ ഹോട്ടലിൽ എത്തിയിരുന്നു എന്നുള്ളതാണ്. താൻ ആ ഹോട്ടൽ അതിജീവിതയ്ക്കൊപ്പം 1 മണിക്കൂറിലധികം ആ റൂമിൽ പങ്കിട്ടിരുന്നു എന്ന് പറയുന്നു. രാഹുലിന്റെ പേര് ആ രജിസ്റ്ററിൽ ഉണ്ട് താനും. അതല്ലാതെ മറ്റു ചോദ്യങ്ങൾ, ബലാത്സംഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിക്കുമ്പോൾ രാഹുൽ തിരിച്ചുകൊണ്ടാണ് മറുപടി നൽകുകയും ചെയ്തിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നിസ്സഹകരണം പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ കേസിൽ ഏറെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല ഒരു MLA ആണ്, സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള ആളാണ്. അത്തരത്തിലുള്ള സ്വാധീനമുള്ള ഒരാൾ ഈ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനുമുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് അന്വേഷണം അതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ ആയതിനാൽ ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കരുതെന്നുള്ളൊരു പ്രോസിക്യൂഷന്റെ വാദം വളരെ ശക്തമാണ്. അത് കോടതിയെ സംബന്ധിച്ചിടത്തോളം അത് കോടതിക്ക് മുന്നിൽ വളരെ നിലനിൽക്കുന്നതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് രാഹുൽ സമർപ്പിച്ചിരിക്കുന്ന ചില തെളിവുകളാണ് കോടതിയുടെ പരിഗണനയിലേക്ക് വരിക. അതിൽ കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ബലാത്സംഗം വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് രാഹുലിനെതിരെ. ഇത് ബലാത്സംഗമാണെന്ന് തെളിയിക്കുന്ന, അല്ലെങ്കിൽ അത് പ്രോസിക്യൂഷൻ സമയത്ത് തെളിയിക്കേണ്ടത്. പക്ഷെ രാഹുൽ ചൂണ്ടിക്കാണിക്കുന്നത്, നൽകിയിരുന്ന ചാറ്റുകളിൽ പറയുന്നത് ഇത് ഉഭയസമ്മത പ്രകാരമുള്ള ശാരീരിക ബന്ധമാണ് എന്നുള്ളതാണ്.